കുപ്പയിൽ കിടന്ന എന്നെ വീണ്ടെടുത്തല്ലോ. ശ്രേഷ്ഠരാം പ്രഭുക്കന്മാരോടൊപ്പമിരുത്തി നന്ദിയാലെൻ മനം നിറയുന്നേ, നന്ദിയാലെൻ മനം നിറയുന്നേ. സങ്കീർത്തനങ്ങൾ 113:7. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. ഒരു ദൈവ പൈതലിന് വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ ആരാധിക്കുവാൻ മതിയായ കാരണങ്ങൾ ഈ സങ്കീർത്തനത്തിൽ കാണാം. 7-8 വാക്യങ്ങളിൽ ഒരുവന്റെ ഭൂതകാലവും വർത്തമാനകാലവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് അവൻ പൊടിയിലും കുപ്പയിലുമായിരുന്നു. ഇന്ന് ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പമാണ് അവന്റെ സ്ഥാനം. കുപ്പ എന്ന പദത്തിന് ഡങ് ഹിൽ എന്നാണ് ഇംഗ്ലീഷിൽ. മാലിന്യ കൂമ്പാരം എന്നാണ് ശരിയായ അർത്ഥം. ഈ കുപ്പ ദുർഗന്ധം വമിക്കുന്ന സ്ഥലമാണ്, വെറുപ്പിന്റെ ഇടമാണ്, അപമാനത്തിന്റെയും തരം താഴ്ത്തലിന്റെയും സൂചകമാണ്. ഇവിടെ നിന്ന് ഉയർത്തി മാന്യത നൽകിയ ദൈവത്തെയാണ് സങ്കീർത്തകൻ സ്തുതിക്കുന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തോട് ചേർന്ന് ആരാധിക്കാൻ നമുക്കും ഈ നല്ല വീണ്ടെടുപ്പുകാരനെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഭൂതകാല സ്ഥിതികളിൽ നിന്ന് അടിയങ്ങളെ വീണ്ടെടുത്തതിന് നന്ദി. ദൈവമക്കൾ എന്ന പദവിയോടെ സർവാത്മന ഇന്ന് അങ്ങേ ആരാധിക്കുവാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ.